പുതിയൊരു വീഡിയോ അദ്ദേഹത്തിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇനി മുതൽ നിങ്ങൾക്ക് ആശുപത്രിയുടെ മുന്നിൽ പോയി ക്യൂ നിന്ന് ഡോക്ടറെ കാണാൻ ടോക്കൺ എടുക്കേണ്ട ആവശ്യം ഇല്ല. അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ഫോൺ വിളിച്ച് ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല. അതിന് പകരമായി ഒരു ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. ആ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ആശുപത്രിയിലാണോ ബുക്ക് ചെയ്യേണ്ടത് ആ ആശുപത്രി സെലക്ട് ചെയ്യുക. അവിടുത്തെ മിക്ക ഡോക്ടർമാരുടെയും പേരും എല്ലാം കാണിച്ചിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് ബുക്ക് ചെയ്യുക. ഇതൊക്കെ ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ താഴെ കാരണം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. ഈ ആപ്ലിക്കേഷൻ അധികം ആരും പരിചയപ്പെടുത്തിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ആപ്ലിക്കേഷൻ ഇതാണ്. QK ഡോക്ക് എന്നാണ്, അങ്ങനെയാണ് ഇത് ഉച്ചരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ആപ്ലിക്കേഷൻ. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ കൊടുക്കാം. ഈ ആപ്ലിക്കേഷൻ വഴി ഇനി മുതൽ വെറുതെ നമ്മളിപ്പം ഒരു ഡോക്ടറെ കാണണമെന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് ബുക്ക് ചെയ്തിട്ടാണ് കാണേണ്ടതെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് ആദ്യം ഫോണിൽ നിന്ന് വിളിച്ച് അവർ ഫോൺ എടുത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം അവരുടെ ഇതിനു വേണ്ടി. അങ്ങനെ വെയിറ്റ് ചെയ്യാതെ നമുക്ക് ഇനി മുതൽ ഈ ഒരൊറ്റ ആപ്ലിക്കേഷനിലൂടെ ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നു. ഇതൊരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇതിപ്പം പ്ലേ സ്റ്റോറിൽ ലോഞ്ച് ചെയ്തിട്ട് ഒത്തിരി ദിവസങ്ങളൊന്നും ആയിട്ടില്ല. കേരളത്തിലെ ഡോക്ടർമാർ ക്രിയേറ്റ് ചെയ്ത്, അതായത് അവർ ഉണ്ടാക്കിയൊരു ആപ്ലിക്കേഷനാണ്. സ്വൈപ്പ് ലോഗിൻ. ഇവിടെ നമ്മൾ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിന് ഏറ്റവും താഴെയായിട്ട് സൈൻ അപ്പ് ഫോർ ആൻ അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അതുപോലെ ഒരു പാസ്വേഡ് അടിക്കുമ്പം ഒരു ക്യാരക്ടറും വേണം, പിന്നെ നമ്പറും വേണം. അങ്ങനെ അതായത് ഇപ്പം ഉദാഹരണം എൻ്റെ പേര് മാനവ് എന്ന് പറയും. അപ്പോൾ ഞാൻ മാനവ് ഡോട്ട് ഇട്ടിട്ട് 1 2 3 എന്നോ അല്ലെങ്കിൽ 1 2 1 എന്നോ 1 എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുക. അല്ലെങ്കിൽ ഡോട്ട് ഇടാതെ കൊടുക്കാം. അങ്ങനെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് നമ്മുടെ സ്ഥലം, അതായത് നമ്മുടെ ജില്ല, നമ്മുടെ സ്ഥലം, ആ ജില്ലയിലുള്ള സിറ്റികളെല്ലാം കാണിക്കും. അപ്പോൾ ആ സിറ്റി ഏതെങ്കിലും സെലക്ട് ചെയ്യുക. അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ ലോക്കലായിട്ട് ഏറ്റവും അടുത്തുള്ള സ്ഥലം കാണിക്കും. അതിനകത്ത് ഏതെങ്കിലും സെലക്ട് ചെയ്യുക. അതിൻ്റെ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുക, ക്രിയേറ്റ് കൊടുക്കുക. അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ ഫോണിനകത്തൊരു വെരിഫിക്കേഷൻ കോഡ് വരും. ആ കോഡ് നിങ്ങൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ആ കോഡ് അടിച്ചതിന് ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ആകും. അത്രേ ഉള്ളൂ. ബാക്കി ഞാൻ ഇനി ഈ അക്കൗണ്ട് എനിക്ക് അക്കൗണ്ട് ഇതിനകത്തുണ്ട്. അത് സൈൻ ഇൻ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഈ ആപ്ലിക്കേഷൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഇനി സൈൻ ഇൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ QK ഡോക്ക്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പം ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് അത് നോക്കാം, എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന്. ഇപ്പോൾ എൻ്റെ ജില്ല പത്തനംതിട്ടയാണ്. അതാണ് പത്തനംതിട്ട കാണിക്കുന്നത്. ഫൈൻഡ് ഡോക്ടർ എന്നും അതിൻ്റെ അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ എൻ്റെ ഈ ഒരു പത്തനംതിട്ട ജില്ലയിലുള്ള ആശുപത്രികളോ അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കാണിക്കും. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 2 ഡോക്ടറുണ്ടെന്നാണ് ആ ആശുപത്രിയിൽ. ഇതിപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് അലോപ്പതിയും കാണിക്കുന്നുണ്ട്, ആയുർവേദം കാണിക്കുന്നുണ്ട്. ഫെലോഷിപ്പ് ആ ആശുപത്രി ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത ഏതൊക്കെ ഡോക്ടർമാരുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം.
ഞാൻ നിങ്ങളെ ബുക്ക് ചെയ്ത് കാണിക്കുന്നില്ല, കാരണം എനിക്ക് നെറ്റ് ബാങ്കിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. നെറ്റ് ബാങ്കിങ് വേണമെന്ന് തോന്നുന്നത്. ഞാൻ ഈ ആപ്ലിക്കേഷൻ നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡിന് ഇത് ഫുൾ ആക്സസബിൾ ആണ്. ഞാൻ നോക്കിയെടുത്തോളം നല്ല ആക്സസബിൾ തന്നെയാണ്. സ്ഥലം കാണിച്ചേക്കാണ്. ഏതൊക്കെ ഇതുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ ആശുപത്രിയിലെ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. കാർഡിയോളജി, നമുക്ക് ഒപ്താൽമോളജി എടുത്ത് നോക്കാം. ക്വാളിഫിക്കേഷൻ കാണിക്കുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ആപ്ലിക്കേഷൻ നമ്മൾ ബുക്ക് ചെയ്യുന്നത് രാവിലെ 8 മണി വരെ ഇതിൻ്റെ സമയമുള്ളൂ. അതിനുള്ളിൽ നമ്മൾ ബുക്ക് ചെയ്യണം. അപ്പം 8 മണിക്കുള്ളിൽ നിങ്ങൾ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഈ ആപ്ലിക്കേഷനകത്ത്. ഈ ആപ്ലിക്കേഷനിലല്ല, എല്ലാ ആശുപത്രിയിലും അങ്ങനെയാണ്, രാവിലെ ബുക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ രാവിലെ 8 മണിക്ക് മുമ്പ് മാക്സിമം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്ത് നോക്കാം നമുക്ക് ബുക്ക് അപ്പോയിൻമെൻറ്റ് ഈ ഡോക്ടറിന്. Fellowship Mission Hospital Ophthalmology. Select an appointment time/token. Dr. Rimani Chakab Fellowship Mission Hospital column Tuesday Panadol. Dr. Rimani Chakab Fellowship Mission Hospital column. ഇവിടെ സമയം കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ഏതെങ്കിലും സമയം സെലക്ട് ചെയ്യാൻ പറ്റും. അവിടെ മോർണിംഗ് അങ്ങനെ കുറെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ട്യൂസ്ഡേ കൊടുത്തിട്ടുണ്ട്. ട്യൂസ്ഡേ ഞാനിപ്പോൾ ഒരു സമയം ചുമ്മാ സെലക്ട് ചെയ്യുന്നു. 10 മണി കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കുക. ഏറ്റവും താഴെ നെക്സ്റ്റ് ഒന്നും വേണ്ട, അത് ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെ വലതുവശത്തായിട്ട് നെക്സ്റ്റ് കൊടുത്തു. നമ്മുടെ കാർഡിലുള്ള നമ്പറാന്ന് തോന്നുന്നു. അതായത് ആശുപത്രിയിൽ പോയി നമ്മൾ ആദ്യം ചീട്ടൊക്കെ എടുത്ത് നമ്പർ കിട്ടുമല്ലോ, ആ നമ്പറാന്ന് തോന്നുന്നു. അത് കൊടുക്കാതെ ചെയ്യാൻ പറ്റില്ല. ഞാൻ ചുമ്മാ കൊടുത്ത് നോക്കട്ടെ, അറിയത്തില്ല. ഞാൻ ഇതുവരെ ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. Dr. Rimani Chakab Ophthalmology Fellowship Mission. Dr. Rimani Chakab Ophthalmology Fellowship Mission Hospital. Confirmed. Cancel. New. Dr. Rimani Chakab Ophthalmology Fellowship confirmed. അത് കൺഫേം ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. Cancel. Are you sure you want to cancel the selected appointment? Are you sure you want to? അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ ആപ്ലിക്കേഷൻ അത് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡോക്ടറെ ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. അപ്പം ഈ വീഡിയോ അങ്ങനെ അധികം യൂട്യൂബിൽ ആരും ഇതുവരെ ഇട്ടിട്ടില്ല. നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഈ ആപ്ലിക്കേഷനകത്ത് ഇനിയും അധികം വലിയ ഫീച്ചേഴ്സൊന്നുമില്ല. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ വീഡിയോയുടെ സൈസ് ഒത്തിരി കൂടും. അതുകൊണ്ടാണ്. അപ്പം നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ ശുഭദിനം നേരുന്നു. ബൈ ബൈ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ ആപ്ലിക്കേഷനിലെ ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളും സെറ്റിങ്സുകളും ഇപ്പം ഞാൻ ഈ ആപ്ലിക്കേഷനകത്ത് എങ്ങനെ നമുക്കൊരു ഡോക്ടറെ ബുക്ക് ചെയ്യാമെന്ന് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. അടുത്ത ഒരു ഭാഗത്തിൽ ഞാൻ ഈ ആപ്ലിക്കേഷനിലെ ബാക്കി സെറ്റിങ്സുകൾ പരിചയപ്പെടുത്താം. അതായത് സെറ്റിങ്സുകളല്ല, ബാക്കി ചെറിയ ചെറിയ ഓരോ ഓപ്ഷനുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബാക്കി ഓരോ ഓപ്ഷനുകളൊക്കെ അടുത്തൊരു വീഡിയോ ഞാൻ പരിചയപ്പെടുത്താം. അല്ലെങ്കിൽ വീഡിയോയുടെ സൈസ് ഒത്തിരി കൂടും, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ആപ്ലിക്കേഷനിൽ ബാക്കി എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പം ഞാൻ ഇതിനകത്ത് നമ്മൾ ബുക്ക് ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, ഇനി ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരോ എല്ലാവരും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഈ വീഡിയോ ഇതുവരെ യൂട്യൂബിൽ വന്നിട്ടില്ല ഈ ആപ്പിനെ പറ്റി. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക.